നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇപ്പൊ നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഒരു കർമ്മയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നു. നിങ്ങൾ ഒരു വേദന എപ്പോഴും ഒരു റിലേഷനിൽ എപ്പോഴും ഒരു പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇപ്പോഴൊരു കർമ്മയാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷനിൽ ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ എംബ്രർ എനർജിയാണ്. ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഒരുപാട് ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഫീലിങ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരാളല്ല ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല നല്ല ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. എപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ താഴ്ന്നു തരാൻ ഒരു മടിയുള്ള ഒരാളാണ്. മാത്രമല്ല അവരുടെ ഇമോഷൻസ് അവരെ എക്സ്പ്രസ് ചെയ്യുകയില്ല. അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നോ അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അവർ ഒരുപാട് പുറത്തെടുക്കാത്തൊരു പേഴ്സണാണ് ഇവർ എന്നാണ് കാണിക്കുന്നത്. നല്ല ഈഗോയും ഉണ്ട്. എപ്പോഴും നിങ്ങൾ വേണ്ടി ഇവർ ഈ റിലേഷനിൽ കൂടുതൽ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ റിലേഷനിൽ ഡീൽ ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് കേട്ടോ. മാത്രമല്ല ആൾക്ക് സമൂഹത്തിന് മുൻപിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് നഷ്ടപ്പെടുന്നത് ആൾക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഇമേജ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഒരു റിസ്ക്കും ഈ റിലേഷന് വേണ്ടിയിട്ട് ആൾ എടുക്കില്ല എന്നുള്ളതാണ് കേട്ടോ. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. പക്ഷെ നിങ്ങളെ ആൾക്ക് ഹോൾഡ് ചെയ്ത് നിർത്തണം. ആൾക്ക് ഈ റിലേഷനിൽ നിന്ന് നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല. നിങ്ങൾ കൂടെ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹം, അറ്റൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആളുടെ പിറകെ ചെല്ലുന്നത്, അതൊക്കെ ആൾക്കൊരു കോൺഫിഡൻസ് ആണ് കൂടുതൽ കൊടുക്കുന്നത്. ആളിൽ തന്നെ കൂടുതൽ, അതായത് ആളുടെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആൾക്ക് എന്തോ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് നിങ്ങൾ ആളുടെ പിറകെ ചേസ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താതെ റിലേഷനിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്തുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ വിട്ടുപോകും എന്ന് തോന്നുമ്പോൾ ആൾ റിലേഷനിലോട്ട് തിരികെ വരും. വീണ്ടും ആളുടെ ഇഷ്ടത്തിന് റിലേഷൻ ഡീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് സഹിക്കാണ്ടാവുമ്പോൾ നിങ്ങൾ പിന്നെയും പോകും. അപ്പോൾ വീണ്ടും ആൾ വരും. ആ രീതിയിൽ ആൾ ഈ റിലേഷൻ ഡീൽ ചെയ്യുന്നുള്ള ആൾക്ക് ആവശ്യമാണ് ഈ റിലേഷൻ. പക്ഷേ ആൾക്ക് ഒരുപാട് ഇതിൽ എഫേർട്ട് ഇടാനൊന്നും വയ്യ. നിങ്ങൾക്ക് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇയാളെ വിട്ട് കളയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ആളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് പിറകെ ചേസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങളുള്ള സ്നേഹം കൊണ്ട് ആള് ഈ റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതായിട്ട് കാണുന്നില്ല. വാൺസ് എനർജിയാണ്. ഇവിടെ ഈ പേഴ്സൺ അവരുടെ ലൈഫിൽ ഓരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത്. അവരുടെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ, അതായത് അവരുടെ ലൈഫിലോ അവർ ആഗ്രഹിക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലോട്ടാണ് അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അതിലോട്ടാണ് അവർ എപ്പോഴും അവരുടെ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റിലേഷനിലോട്ടോ അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങളിലോട്ടോ അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ സ്റ്റാർ കാർഡാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ റിലേഷനിൽ ഇനിയും ചേഞ്ചസ് വരും, അവർ ഈ റിലേഷനിൽ ആദ്യം ഇട്ടിട്ടുള്ള എഫേർട്ട് ഇനി ഇടും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഈ തരുന്ന, അതായത് റിലേഷനോട്ട് വരുന്നു പോകുന്നു, ഇടയ്ക്ക് അതായത് ഈ റിലേഷൻ കട്ട് ചെയ്യാതെ അവർ നിൽക്കുന്നത് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇത് മുന്നോട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ യൂണിവേഴ്സിൽ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 7 ഓഫ് വാൺസ് എനർജിയാണ്.
ഇവിടെ ഈ റിലേഷനിൽ നിങ്ങൾ ഇപ്പം തൽക്കാലം ഒരു ബൗണ്ടറി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ നിങ്ങൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളിലേക്ക് കൂടി കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ റിലേഷനിൽ ചേഞ്ചസ് ഉണ്ടാവും, മുന്നോട്ട് മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ഈ റിലേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി വരികയും ചെയ്യും. ഈ ഒരു കാർമിക് കാർഡിലെ സിറ്റുവേഷൻ എൻഡ് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഈ റിലേഷനിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഈ ഒരു അതായത് ഈ റിലേഷൻ അങ്ങനെയാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്റ്റേബിൾ അല്ലാതെയാണല്ലോ പോകുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരു ഡെത്ത് തൽക്കാലത്തേക്ക് ഇതൊരു എൻഡിങ്ങിലോട്ട് പോയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു എൻഡിങ് ടൈമിൽ, അതായത് ഒരു എൻഡ് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലെ ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് അവർക്ക് സഹിക്കാൻ വയ്യാതാവുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരികെ വരികയും ഇവിടെ റിലേഷൻ റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം അപ്പോൾ റീസ്റ്റാർട്ട് ആവുന്ന ആ ഒരു കണക്ഷൻ പഴയ പോലെ ആയിരിക്കില്ല. കുറച്ചുകൂടി സ്റ്റേബിൾ ആവും. ആള് ഈ റിലേഷന് വേണ്ടി എഫേർട്ട് ഇടാൻ തുടങ്ങും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ചേഞ്ച് റിലേഷനിൽ മുന്നോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നുള്ളതാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കൂടുതൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ ചിന്തകളിലോട്ട് ഫോക്കസ് ചെയ്തിരിക്കുക. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ആണോ കൊടുക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു സംഘർഷം, ഈ ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ചേഞ്ചായി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് ഈ റിലേഷൻ മാറും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ പെയിന്, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. അതിന് നിങ്ങൾ കൂടി ശ്രമിക്കണം. നിങ്ങൾ ആ ഒരു പേഴ്സണിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് അവരെന്ത് ചെയ്യുന്നു, അവർ ചെയ്യുന്നതായിരിക്കും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ആൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നു തോന്നുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഇമോഷൻ മറ്റൊരാളുടെ മൂഡിനനുസരിച്ച് ആവരുത്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കണം. അല്ലാതെ മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം കൂടി ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ അവരുടെ ലോകത്ത് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളുടെ ലോകത്ത് വേണം നിങ്ങൾ ജീവിക്കാനായിട്ട് കേട്ടോ. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലോകമാക്കി നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. അവിട്ടം, തൃക്കേട്ട, നവംബർ, ചിത്തിര, ലെറ്റർ എച്ച്, 1998, 1997, കാസർഗോഡ്, അശ്വതി, മലപ്പുറം, ഒക്ടോബർ, ഫെബ്രുവരി, ഭരണി, ലെറ്റർ ഡബ്ല്യു, കണ്ണൂർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.